ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇന്നലെ നാം പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? സെപ്റ്റംബർ 23-ാം തീയതിയായിരുന്നു ഇന്നലെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 18-ാമത്തെ വചനമായിരുന്നു. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലല പോലെയും, അതുപോലെ തന്നെ നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. അപ്പം അനുസരിക്കാതിരുന്നത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കൽപ്പനകളും അനുസരിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, മനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. ഇന്ന് നാം പഠിക്കുന്ന വചനമാണ് ലേവ്യരുടെ പുസ്തകമാണ്. ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 18-ാം വചനം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 18-ാമത്തെ വചനം. ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 25 വേഴ്സ് 18. നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. നമ്മുടെ ദേശം എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം നാം സുരക്ഷിതമായിരിക്കും എപ്പോൾ നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്താൽ. ദൈവമല്ലാതെ നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ആരും നമുക്കില്ല. ദൈവത്തിന് മാത്രമേ നമുക്ക് സുരക്ഷിതത്വം നൽകുവാനായിട്ട് കഴിയും. യു ഷൽ ഒബ്സർവ് മൈ സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ഫെയ്ത്ത്ഫുള്ളി കീപ് മൈ ഓർഡിനൻസസ് സോ ദാറ്റ് യു മേ ലിവ് ഓൺ ദ ലാൻഡ് സെക്യൂർലി. അതാണ് വചനം പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുഷ്ഠിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഇന്നത്തെ ദിവസം ഒരാഗ്രഹം, ഒരു തീരുമാനം, അങ്ങനെയാവട്ടെ, എൻ്റെ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കും. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ.